ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എസൈറ്റിസ്. എസൈറ്റിസ് അറിയാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ എല്ലാം ചിലപ്പോൾ ഉൾപ്പെടും, എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരില്ല. പക്ഷെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്യാം, ബാക്കി ജസ്റ്റ് പറഞ്ഞു പോയി. അതിൻ്റെ തിയറി ആയിരിക്കും കൂടുതലും ഞാൻ പറയുക. പ്രാക്ടിക്കൽ, അതായത് എസൈറ്റിസ് ടാപ്പിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. കാരണം എനിക്ക് തോന്നുന്നു ഡോക്ടർമാരെ കാട്ടി കൂടുതലും അത് നിങ്ങൾക്ക് തന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇത് അങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കും. കുറേ പേര് ഉറങ്ങും, കുറേ പേര് ചിലപ്പോൾ കേൾക്കും, കുറേ പേര് സ്വപ്നലോകത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റും. അപ്പം നമ്മൾ ഇത് പ്രസൻറ്റേഷൻ്റെ ഒരു ഓവർവ്യൂ, അതായത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കമാണ്. അതായത് എസൈറ്റിസ് എന്താണെന്നുള്ളത്, അതിനെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയും. അതിൻ്റെ കാരണങ്ങൾ, ഉണ്ടാവാനുണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതായത് അസുഖങ്ങളാവാം, അങ്ങനെയുള്ള കാരണങ്ങൾ എന്താണോ അത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, കാരണം ശരീരത്തിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് എസൈറ്റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് പറയും. പിന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കിയാൽ, അതായത് പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതും നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതും, അങ്ങനെ 2 കാര്യങ്ങൾ പറയും. പിന്നെ അതിനെ എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയും. എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ എസൈറ്റിസ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനം. അപ്പം വാട്ട് ഈസ് എസൈറ്റിസ്? അബ്നോർമൽ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ പെരിറ്റോണിയൽ cavity, most frequently associated with cirrhosis but also linked to heart, kidney, pancreatic and malignant disease. അതായത് വയറിനുള്ളിൽ നീര് കെട്ടുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം. അതായത് വയറിൻ്റെ അകത്തെ ലെയർ എന്ന് പറയുന്നതിൻ്റെ പെരിറ്റോണിയം, ആ പെരിറ്റോണിയത്തിൻ്റെ ഉള്ളിലായിട്ട് നീർക്കെട്ടുണ്ടാവുന്നതാണ് എസൈറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കാർഡിയാക് കോസ്, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരാം, കിഡ്നിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരാം, ലിവറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരാം. മെയിനായിട്ടുള്ള 3 കാരണങ്ങൾ ഇതാണ്. Complications such as spontaneous bacterial peritonitis and hepatorenal syndrome significantly increase morbidity and mortality. അതായത് നോർമലായിട്ട് നമ്മൾ പറയുമ്പോൾ എസൈറ്റിസിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷേ എസൈറ്റിസ് കുറേ കാലമായിട്ട് നീണ്ടുമ്പോൾ ഈ പറയുന്ന ബാക്ടീരിയൽ പെരിട്ടോണൈറ്റിസ് എന്ന് പറയും. അതായത് ആ നീര് ഇൻഫെക്റ്റഡ് ആവാം. അങ്ങനെയുള്ള കേസുകളിൽ ഈ മോർട്ടാലിറ്റി, മോർബിഡിറ്റി, അതായത് പേഷ്യൻറ്റിൻ്റെ ഡിസ്ട്രെസ് കൂട്ടാനും മരണം സംഭവിക്കാനുമുള്ള സാധ്യതകൾ കൂട്ടുന്നു. പിന്നെ ഹെപ്പറ്റോറീനൽ സിൻഡ്രോം, അതായത് നീര് കെട്ടി കഴിഞ്ഞിട്ട് ലിവറും കിഡ്നിയും എല്ലാം ഡാമേജ്ഡ് ആവുന്നതാണ്. കോമൺ ആയിട്ട് നമ്മൾ ഒരു കാഷ്വലായിട്ട് പറയാറുണ്ടെങ്കിൽ അതാണ് ഹെപ്പറ്റോറീനൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും എസൈറ്റിസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മരണത്തിൻ്റെ റേറ്റും കൂടാം. എന്ന് കരുതി എസൈറ്റിസ് ഉള്ള പേഷ്യൻസിന് മരണമില്ല എന്നല്ല അർത്ഥം. എസൈറ്റിസിൻ്റെ കോസ് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. Some women may have approximately 20 ml of free intraperitoneal fluid during the menstrual cycle. Healthy men have negligible amounts. അതായത് നമ്മൾ എസൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? അബ്നോർമൽ അക്യുമുലേഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോർമലി എസൈറ്റിസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നോർമലി എസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഫീമെയിൽസിന് അല്ലെങ്കിൽ ലേഡീസിന് ഒരു 20 ml വരെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ചിലപ്പോൾ മെൻസസിൻ്റെ സമയത്ത് ഉണ്ടാവാം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഈ സ്റ്റഡീസ് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു 20 ml ആ മെൻസ്ട്രൽ പീരീഡിൽ ഉണ്ടാവുന്നത് നോർമലാണ്. അതൊരു പത്തോളജിക്കൽ കണ്ടീഷനായിട്ടോ അല്ലെങ്കിൽ അതൊരു അസുഖമായിട്ടോ പറയാൻ പറ്റില്ല. പക്ഷെ ആണുങ്ങളിൽ മെൻസ്ട്രേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആണുങ്ങളിൽ ഈ പറയുന്ന നോർമലായിട്ട് ഒരു 20 ml പോലും വരാനുള്ള സാധ്യതകളില്ല. Up to 90% of cirrhotic patients develop hemorrhagic ascites, most often spontaneously, with 72% attributed to bloody lymph and 13% to hepatocellular carcinoma. Though paracentesis may also trigger its development. അതായത് നിങ്ങൾ തന്നെ എസൈറ്റിക് ടാപ്പിംഗ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. മിക്ക പേഷ്യൻസിനും നമ്മുടെ എന്താ സ്ട്രോക്ക് ഫ്ലൂ
ചിലർക്ക് ഹെമറേജിക് ഫ്ലൂയിഡ് എന്ന് വരും. അതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. 90%, അതായത് 19% സിറോസിസ് ഉള്ള പേഷ്യൻസിൽ ഈ ഹെമറേജിക് ഫ്ലൂയിഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് മൊത്തം സിറോസിസ് ഉള്ള പേഷ്യൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 19% ആൾക്കാർക്ക് ഫ്ലൂയിഡ് ഹെമറേജിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 72% ലിംഫ് ബ്ലഡ് കലർന്ന് വരുന്നതാവാം. 13% ക്യാൻസർ ഉള്ളതുകൊണ്ടാവാം. പിന്നെ പാരാസെൻസിസ്, അതായത് ടാപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഇഞ്ചുറി കൊണ്ടും ബ്ലഡി ആയിട്ട് വരാം. മനസ്സിലായോ? ഇപ്പൊ സിറോസിസ് ഉള്ള മൊത്തം പേഷ്യൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 19% ഹെമറേജിക് ഫ്ലൂയിഡ് വരാൻ സാധ്യതയുണ്ട്. ഈ 19%-ൽ 72% ലിംഫ് അങ്ങനെ ഉണ്ടാവുന്നത് തന്നെ ബ്ലഡ് കലർന്നിട്ട് ഉണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ മാലിഗ്നൻസി ചേഞ്ച് വരുന്നതുകൊണ്ടാണ്. അതായത് സിറോസിസ് മാറി ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ വരുന്നതുകൊണ്ടാവാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൽ നമ്മൾ ബ്ലണ്ടായിട്ടല്ലേ അസൈറ്റിക് ടാപ്പിംഗ് ചെയ്യുന്നത്. അപ്പം പ്രൊസീജിയറിൽ തന്നെ എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ബ്ലഡ് കലർന്ന് വരാം. കോംപ്ലക്സ് ഇന്റർപ്ലേ ഓഫ് ഹെപ്പാറ്റിക്, കാർഡിയാക്, റീനൽ, ഇൻഫെക്ഷ്യസ് ആൻഡ് മാലിഗ്നന്റ് പ്രോസസ്. അത് അസൈറ്റിസിന്റെ കാരണങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു കാർഡിയാക് പ്രോസസ് ഉണ്ട്, ലിവറിന്റെ പ്രശ്നമുണ്ട്, കിഡ്നീന്റെ പ്രശ്നമുണ്ട്, പിന്നെ മാലിഗ്നൻസീസ്, ഇൻഫെക്ഷൻസിൽ ഏതോ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം അസൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷൻ. കോമൺ ഇപ്പൊ പറയാൻ പറ്റില്ല. ലിവർ സിറോസിസ് നമ്മൾ ലിവറിന്റെ കോസിൽ പറഞ്ഞത് ഇൻഫെക്ഷൻ. ലിവറിന്റെ കോസിൽ പറയാം ട്യൂബർക്കുലോസിസ്. Understanding its diverse etiologies is essential for accurate diagnosis, effective management and prevention of complications. അതായത് അസൈറ്റിസ് വരാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അർത്ഥം. അതിനൊരു ഡയഗ്നോസിസ് ആയാലേ അസൈറ്റിസിന്റെ കോസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? അസൈറ്റിസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ടാപ്പ് ചെയ്തിട്ട് എടുത്ത് കളയാം, അതുകൊണ്ട് പേഷ്യൻറ്റിന്റെ ബുദ്ധിമുട്ടുകൾ കുറയും. പക്ഷെ അത് ട്രീറ്റ്മെന്റ് ആവുന്നില്ല, അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ആവുന്നില്ല. അപ്പൊ അസൈറ്റിസിന്റെ കോസ് അല്ലെങ്കിൽ അതിന്റെ ഇറ്റിയോളജി എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പേഷ്യന്റിനെ മൊത്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റൂ. ഇനി ഇതാണ് നമ്മൾ കോസസ് പറഞ്ഞാൽ പല കോസസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അതിൽ മാലിഗ്നൻസി വരുന്നുണ്ട്. 30% കേസിൽ ക്യാൻസർ ആണ് ഒരു കോസ്. അതിൽ പെരിറ്റോണിയൽ കാർസിനോമറ്റോസിസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കേസ് വരുന്നത്. അതല്ലെങ്കിൽ ഒവേറിയൻ മാലിഗ്നൻസിയിലൊക്കെ പെരിറ്റോണിയൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. ഒവേറിയൻ മാലിഗ്നൻസി മാത്രമല്ല, ഏത് മാലിഗ്നൻസിയിലും പെരിറ്റോണിയൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അസൈറ്റിസ് ഉണ്ടാവാം. പിന്നെ പ്രൈമറി അറിയാത്ത കേസുകൾ, അൺനോൺ പ്രൈമറി ആണെന്നുണ്ടെങ്കിലും ചിലപ്പം അസൈറ്റിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. പിന്നെ കാർഡിയാക്, അതെന്താ ഹാർട്ട് ഫെയിലിയർ ഒരു കോസ്. കാർഡിയാക് കോസ് 3% മാത്രമേ ഉള്ളൂ. അതിൽ ഹാർട്ട് ഫെയിലിയർ, കൺസ്ട്രക്റ്റീവ് പെരികാർഡിയം, അങ്ങനെ 2 കണ്ടീഷനിലാണ് അസൈറ്റിസ് ഉണ്ടാവുന്നത്. പിന്നെ ഇൻഫെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 2% മാത്രമേ ഉള്ളൂ. ട്യൂബർക്ലോസിസ് ആണ് ഒരു കോമൺ കോസ് എന്ന് പറയുന്നത്. പിന്നെ റീനൽ അല്ലെങ്കിൽ പാൻക്രിയാറ്റിക്, അതും 2% ഉള്ളൂ. നെഫ്രോട്ടിക് സിൻഡ്രോം, പിന്നെ CKD, അത് ഡയാലിസിസ് എന്ന് പറഞ്ഞാലും CKD ആണ് കോസ്, 1% പേഷ്യൻസിന്. പിന്നെ പാൻക്രിയാറ്റിക് മാലിഗ്നൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അസൈറ്റിസ് ഉണ്ടാക്കും. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുമ്പം അഡൽട്സിന് മാത്രമല്ല കുട്ടികൾക്കും ഉണ്ടാകും. നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിക് സിൻഡ്രോം ഒക്കെ. അപ്പോൾ കുട്ടികളിലും അസൈറ്റിസ് വരാനുള്ളൊരു കാരണം നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിക് സിൻഡ്രോം ഒക്കെയാണ്, മാലിഗ്നൻസി കൂടാതെ. പിന്നെ ബാക്കിയുള്ള കോസസ് എന്ന് പറയുന്നത് വാസ്കുലർ, അതായത് വെസലിൻ്റെ കുഴപ്പം, ബ്ലഡ് വെസൽസിൻ്റെ കുഴപ്പം ആണ് ഒരു പ്രശ്നം. ഒരു സെക്കൻഡ്. കോസസ് ഇത് കൂടുതലും ഈ എന്താ പറയുക ഡെവലപ്മെന്റൽ അനോമാലിയിലൊക്കെ വരുന്നതാണ്. അതാണ് സിൻഡ്രോം ഒക്കെ പറയുന്നത്. പോർട്ടൽ വെയിൻ ത്രോംബോസിസ്, ബുച്ചിയാരി സിൻഡ്രോം, ഇൻഫീരിയർ വെയിൻ കാവൽ ഒബ്സ്ട്രക്ഷൻ, സുപ്പീരിയർ വെയിൻ കാവൽ ഒബ്സ്ട്രക്ഷൻ പോലെ തന്നെ ഇൻഫീരിയർ വെയിൻ കാവൽ ഒബ്സ്ട്രക്ഷൻ വരാം. പിന്നെ മെറ്റബോളിക്, അതായത് തടി കൂടിയാൽ ഡയബറ്റിസ്, ഹൈപ്പർ കൊളസ്ട്രോളിക്, കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ. പിന്നെ സബ്സ്റ്റൻസ് റിലേറ്റഡ്, അതായത് IV ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ലിവർ ഡിസീസ്, മാൽന്യൂട്രീഷൻ, ഇൻഫെക്ഷൻസ്, ഒവേറിയൻ ലീഷൻസ് നമ്മൾ പറഞ്ഞു. അതൊക്കെയാണ് ബാക്കി കോസ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം, ഈ ബുച്ചിയേറി സിൻഡ്രോം, ഇൻഫീരിയർ വെയിൻ കാവൽ ഒബ്സ്ട്രക്ഷൻ, പോർട്ടൽ വെയിൻ ത്രോംബോസിസ്, ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. കോസ് ചോദിച്ചാൽ കോസ് ഇങ്ങനെ എഴുതാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു.
ഇതിൽ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു പാത്തോഫിസിയോളജി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കോസുകൾ എന്തൊക്കെയാണ്, കോസസ് അല്ലെങ്കിൽ ഇറ്റിയോളജി. ഇനി ഈ കോസസ് കാരണം എങ്ങനെയാണ് അസൈറ്റിക് ഫ്ലൂയിഡ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ഇമാജിൻ ചെയ്യാം, പേഷ്യൻറ്റിന് സിറോസിസ് ഉണ്ട്. സിറോസിസ് അതായത് കാലാകാലങ്ങളായിട്ട് സിറോസിസ് ഉള്ള പേഷ്യൻ്റാണ്. അപ്പോൾ പേഷ്യൻറ്റിന് പിന്നെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരും. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിറോസിസ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെയാണ് പേഷ്യൻ്റ് ഡയഗ്നോസിസ് ഉണ്ടാവും. അപ്പോൾ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് പോർട്ടൽ വെയിനിൽ പ്രഷർ കൂടുന്നത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്പ്ലാങ്ക്നിക് ആർട്ടീരിയൽ വാസ്കുലറൈസേഷൻ, അതായത് സ്പ്ലാങ്ക്നിക് വെസൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് വെസൽസ് ഉണ്ട്. അതിലെ സ്പ്ലാങ്ക്നിക് ആർട്ടറിയിലെ വാസോഡൈലേഷൻ, അതായത് വികസനം കൂടും. ആ ബ്ലഡ് വെസലിൻ്റെ വികസനം കൂടും. വികസനം കൂടുമ്പോൾ സംഭവിക്കുന്ന ഒരുപാട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകും. അപ്പം റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ആർട്ടീരിയൽ വോളിയം. വാസോഡൈലേഷൻ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ബ്ലഡ് വോളിയം കൂടുതലല്ലേ വരുന്നത്. പക്ഷെ അല്ല, ബ്ലഡ് വോളിയം കുറയാണ് ചെയ്യുന്നത്. വാസോഡൈലേഷൻ ഉണ്ടാകുമ്പോഴേക്കും ബ്ലഡ് ഫ്ലോ കൂടുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കായിട്ട് ബ്ലഡ് ഫ്ലോ കൂടും. അപ്പം ഇഫക്റ്റീവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഎഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ വെസലിനകത്തെ ബ്ലഡ് വോളിയം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ആർട്ടീരിയൽ വോളിയം. അപ്പം ബ്ലഡിൻ്റെ വോളിയം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം, അതായത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ സിസ്റ്റം, അത് ആക്ടിവേറ്റഡ് ആവും. ഇപ്പോൾ ബ്ലഡ് ഫ്ലോ എന്താ പറയുക, ബ്ലഡിൻ്റെ വോളിയം കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പല എന്താ പറയുക കെമിക്കൽ മോഡുലേറ്റേഴ്സ് ഉണ്ട് ശരീരത്തിൽ. അപ്പോൾ ആ മോഡുലേറ്റേഴ്സ് ആക്ടിവേറ്റഡ് ആകും. അങ്ങനെ അത് പോയിട്ട് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ചേഞ്ചസ് ആണ് വരുന്നത്. ഒന്നെന്താ? നോർമലൈസേഷൻ ഓഫ് വാസോകൺസ്ട്രക്ഷൻ, അതായത് ഈ വെസൽസിൻ്റെ ഡൈലേഷനും കൺസ്ട്രക്ഷനും, അതായത് വികസനവും ചുരുങ്ങും. അത് രണ്ടിനെയും നോർമലാക്കും. അതായത് പഴയ രീതിയിലേക്ക്, നോർമൽ അവസ്ഥയിലേക്ക് ആക്കാൻ ഈ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ശ്രമിക്കും. രണ്ടാമത് എന്താ ഉണ്ടാവുക? പെർസിസ്റ്റന്റ് ആക്ടിവേഷൻ ഓഫ് വാസോകൺസ്ട്രക്ഷൻ സിസ്റ്റം. അപ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് ചേഞ്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് നോർമലിലേക്ക് ആക്കും, ഇല്ലെങ്കിൽ നോർമൽ ആക്കാൻ പറ്റാതെ വാസോ കൺസ്ട്രക്ഷനിൽ തന്നെ, അതായത് ചുരുങ്ങിയ ലെവലിൽ തന്നെ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് നിൽക്കും. ഇനി അഥവാ നോർമലായി എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നോർമലായിട്ട് നമ്മുടെ ശരീരം എങ്ങനെയാണോ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് പ്രതികരിക്കുന്നത് അതുപോലെ പ്രതികരിക്കും. അപ്പോൾ നോർമൽ രീതിയിൽ തന്നെ സോഡിയവും വെള്ളവും അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞിടും. അപ്പോൾ എസൈറ്റിസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നോർമലിലേക്ക് പോകും. ഇനി അഥവാ നോർമൽ ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഡിസീസ് ഉള്ള കണ്ടീഷനിൽ നോർമൽ ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം പുറന്നുള്ളത് കുറയും, സോഡിയം റിട്ടൻഷൻ ഉണ്ടാവും, റീനൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സോഡിയവും വെള്ളവും രണ്ടും ശരീരത്തിൽ റിട്ടൻഷൻ സംഭവിക്കുമ്പോൾ എസൈറ്റിസ് ഉണ്ടാവുന്നു. ഹൈപ്പോനേട്രീമിയ വരാം. കാരണം ഡൈല്യൂഷൻ, വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുമ്പോഴത്തേക്കും ഡൈല്യൂട്ടഡ് ആകുമ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഡൈല്യൂഷണൽ ഹൈപ്പോനേട്രീമിയ എന്ന് പറയും. ഡൈല്യൂട്ട് ആക്കുമ്പോൾ സാധനത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറയുള്ളൂ, അപ്പോൾ ഹൈപ്പോനേട്രീമിയ. റീനൽ വാസോ കൺസ്ട്രക്ഷൻ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെപ്പറ്റോമൈനസ്, അതായത് ലോങ് സ്റ്റാൻഡിങ് കേസസിൽ എന്താ പറയുക റീനൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകും. അതായത് ബ്ലഡ് വെസൽസിൻ്റെ ചുരുക്കം, അപ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്കും റീനൽ പ്രശ്നം, ലിവർ പ്രശ്നം എല്ലാം ഉണ്ടാകും. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഹെപ്പറ്റോമൈനസ് സിൻഡ്രോം. അതിൻ്റെ ഡീറ്റെയിൽസ് വരെ വേണ്ട, തൽക്കാലം ഈ ഒരു ഔട്ട്ലൈൻ മാത്രം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. അതായത് സിറോസിസ് വരുമ്പോഴത്തേക്കും പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാവുന്നു. പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാവുമ്പോൾ സ്പ്ലാങ്ക്നിക് ആർട്ടറിയുടെ വാസോഡൈലേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇഫക്റ്റീവ് ആർട്ടീരിയൽ വോളിയം കുറയും. ബ്ലഡ് വോളിയം കുറയുമ്പോഴത്തേക്കും വാസോ കൺസ്ട്രക്ഷൻ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. അതാണ് നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം. അത് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ വീണ്ടും പഴയ നോർമൽ രീതിയിലേക്ക് വാസോ കൺസ്ട്രക്ഷൻ എല്ലാം മാറ്റിയിട്ട് നോർമൽ കൺസ്ട്രക്ഷൻ ലെവലിലേക്ക് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസൈറ്റിസ് ഉണ്ടാവില്ല, ഒക്കെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യും. ഇനി അഥവാ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വാസോ കൺസ്ട്രക്ഷൻ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് ഉണ്ടാവും. ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് അത് നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സോഡിയം കുറഞ്ഞിട്ടില്ല, വാട്ടർ കുറഞ്ഞിട്ടില്ല. അപ്പോൾ സോഡിയം റിട്ടൻഷൻ, വാട്ടർ റിട്ടൻഷൻ രണ്ടും ഉണ്ടാവും. അപ്പം ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാവും. അപ്പോൾ എസൈറ്റിസ് ഉണ്ടാവുന്നു. ഡൈല്യൂഷൻ ഉള്ളത് കാരണം ഡൈല്യൂഷണൽ ഹൈപ്പോനേട്രീമിയ ഉണ്ടാവുന്നു. റീനൽ വാസോ കൺസ്ട്രക്ഷൻ ഉള്ളത് കാരണം ഹെപ്പറ്റോമൈനസ് സിൻഡ്രോം ഉണ്ടാവുന്നു.
ഇത്രയും നോക്കുക. ഓക്കെ, ഇനി സിംറ്റംസ്. ഇത്ര നേരം ഞാൻ പ്രസംഗിച്ചില്ല. ഇനി നിങ്ങളുടെ വരുന്ന പേഷ്യൻസ് എന്തൊക്കെ സിംറ്റംസ് ആയിട്ടാണ് വരാമെന്ന് പറഞ്ഞു. അധികം ലിവർ സിറോസിസും മാറ്റിയത് നിങ്ങൾക്കത് നോക്കി വായിക്കാമല്ലോ. അധികം ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ സിംറ്റംസ്. അത് വൊമിറ്റിങ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, വൊമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. പിന്നെ ലോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്, പിന്നെ പറയുന്നു പിന്നെ വൊമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഡ്രൗസി ആയിരിക്കും അധികം ആള്. ചിലപ്പം എഡിമ അല്ല, ചിലപ്പം ചില ടയേർഡ്നെസ് ഒക്കെ വന്നിട്ടേ. പിന്നെ BP ചിലപ്പോൾ 90-60 ആ ലെവലിലേക്ക് ചിലപ്പം ആവാൻ, ചിലപ്പോൾ കൂടാനും ചാൻസ് ഉണ്ട്. പിന്നെ കാലിലൊക്കെ എഡിമ. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് നിങ്ങളോട് പറയുന്ന ലക്ഷണങ്ങൾ. അല്ല, ഡിസ്റ്റൻഷനാന്ന് പറയും, ശ്വാസമുട്ടലാണെന്ന്, ഉറക്കക്കുറവ് പറയും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ചിലർക്ക്, പിന്നെ യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നു. ശരി, പിന്നെ പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. മയക്കോ മലർന്ന് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. വയറിൽ നീര് കെട്ടിക്കഴിഞ്ഞാൽ വയറിൽ മാത്രമേ നീരുണ്ടാവുള്ളൂ. അല്ല, കാലിൽ നീര്. പിന്നെ മെയിൽ പേഷ്യൻസ് ആണെങ്കിൽ സ്ക്രോട്ടത്തിൽ നീരുണ്ടാവും. നിങ്ങളുടെ അടുത്ത് പറയാം. അതെ, ജനറൽ സിംപ്റ്റംസ്, അതായത് നീര് കെട്ടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. പ്രോഗ്രസീവ് അബ്ഡോമിനൽ ഡിസ്ഫങ്ഷൻ, അതായത് ചെറിയ രീതിയിൽ വയറ് വീർത്ത് തുടങ്ങി കൂടി വരും. ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് വയറ് വീർത്ത് ഫുള്ളായിട്ട് വീർത്ത് വരുന്നതല്ലോ. അപ്പോൾ പ്രോഗ്രസീവ് അബ്ഡോമിനൽ ഡിസ്ഫങ്ഷൻ. വയറിൽ നീര് കെട്ടിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വയറുണ്ടാകും. അതിൽ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടാവാം, ഇങ്ങനെ വയറ് തിങ്ങി നിൽക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാവാം. മിക്കവരും പറയും ഇവിടെ ഇങ്ങനെ എന്തോ കെട്ടി നിൽക്കുകയാണ്, അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴേ വയറ് നിറഞ്ഞ ഫീൽ ചെയ്യും. പലതും ഉണ്ട്. വെയിറ്റ് ഗെയിൻ എന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിച്ചതുകൊണ്ടല്ല, നീര് കെട്ടിയതുകൊണ്ട് വെയിറ്റ് കൂടുന്നു. അപ്പം ചില പേഷ്യൻസ് പറയും കാലിലൊക്കെ നീര് വരുമ്പോഴത്തേക്കും ഭാരം കാരണം നടക്കാൻ പറ്റുന്നില്ല. ഏർലി സെറ്റൈറ്റി ആണ് ഞാൻ കുറച്ചും മുന്നേ പറഞ്ഞത്. ഭക്ഷണം കഴിച്ച ഉടനെ ഇത്തിരി കഴിക്കുമ്പോഴത്തേക്കും വയറിന് നിറഞ്ഞ പോലെ തോന്നുന്നു, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അല്ലെങ്കിൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി. ഇത് ജനറലായിട്ട് ഒട്ടുമിക്ക പേഷ്യൻസും പറയുന്നതാണ്. ഇനി കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? കോംപ്ലിക്കേഷൻ എന്താ? സ്പോണ്ടേനിയസ് ബാക്ടീരിയൽ പെരിട്ടോണൈറ്റിസ്. അതാണ് നീര് കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻ ആവാം. ആ നീരിൽ ഇൻഫെക്ഷൻ വരാം. അപ്പം അങ്ങനെ ഇൻഫെക്ഷനും കൂടി ഉണ്ടെങ്കിൽ ഇത്രയും സിംറ്റംസിൻ്റെ കൂടെ ആ പേഷ്യൻ്റ് നിങ്ങളോട് പറയാൻ പോകുന്ന വേറെ കാര്യങ്ങൾ: പനിയുണ്ട്, ഇടവിട്ട് പനിക്കുന്നുണ്ട്, വയറുവേദനയുണ്ട്, തൊടുപഴേ എന്താണ് കൺഫ്യൂഷൻ, അതായത് സെപ്സിസ്, ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന ഡെലീറിയം, അതൊരു സിംറ്റം ആണ്. മാലിഗ്നൻസി ആണെങ്കിൽ എന്താ? വെയിറ്റ് ലോസ് ഉണ്ട്. അതായത് ഒരു ഹിസ്റ്ററി ഓഫ് വെയിറ്റ് ലോസ് ഉണ്ട്. അത് കഴിഞ്ഞ് എസൈറ്റിസ് വരുമ്പോഴത്തേക്കും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അത് ആ ഫ്ലൂയിഡിന്റെ വെയിറ്റ് ആണ്. പക്ഷെ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസിന്റെ ഹിസ്റ്ററി ഉണ്ടാവും. പിന്നെ ക്യാൻസർ റിലേറ്റഡ് സിംറ്റംസ്, അതായത് ബാക്കി ക്യാൻസർ കൊണ്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണോ അതും കൂടി ഇതിൻ്റെ ഒപ്പം വരും. അതായത് ക്യാൻസർ റിലേറ്റഡ് പെയിൻ ആവാം, വോമിറ്റിംഗ് ആവാം, കോൺസ്റ്റിപ്പേഷൻ ആവാം, അങ്ങനെ എന്തുമാവാം. പിന്നെ ഹാർട്ട് ഫെയിലിയർ ഒരു കോസാണ് എസൈറ്റിസിന്. ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ റിലേറ്റഡ് എസൈറ്റിസ് ആണെങ്കിൽ ഇതൊക്കെയാണ് സിംറ്റംസ്. ലൈക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും അതായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഡിസ്നിയ, അതായത് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓർത്തോപ്നിയ എന്ന് പറയുന്നത് മലന്ന് കിടക്കുമ്പോഴത്തേക്ക്, അതായത് കിടക്കുന്ന പൊസിഷനിൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി.
അപ്പം അത് ഉണ്ടാവും. പെരിഫറൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാലിലും കയ്യിലും ഒക്കെ സെപ്പറേറ്റ് ഉണ്ടാവും. വ്യത്യാസമൊന്നുമില്ല എന്ന് പറയാൻ കാരണം അതാണ്. പക്ഷെ അത് ഈ ഒരു സ്പെസിഫിക് ടേംസിൽ പറയാൻ വേണ്ടി പറഞ്ഞു. കൈലസ് എസൈറ്റിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഴുപ്പ്, ഇൻഫെക്ഷൻ വന്ന് പഴുപ്പായിട്ട് അസൈറ്റിക് ഫ്ലൂയിഡ് വരുന്നതാണ് കൈലസ് എസൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് നോർമൽ സ്ട്രോക്കുലർ ഫ്ലൂയിഡ് ആയിരിക്കില്ല, കൊഴുത്ത് പഴുപ്പ് പോലെ ആയിരിക്കും വരും. അപ്പം കൈലസ് എസൈറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേറെ സിംറ്റംസ് ഉണ്ടാവുക? ഡയറിയ, അതായത് ആ പഴുപ്പ് അല്ലെങ്കിൽ കഫം എന്ന് പറയുന്നത് മലത്തിൽ കൂടെയും പോവാം. അപ്പം ഡയറിയ ആയിട്ട് വരാം. സ്റ്റിയറ്റോറിയ എന്ന് പറയുന്നത് നോർമലായിട്ട് എന്താ പറയുക വയറ്റിൽ നിന്ന് പോകുന്ന കളറായിരിക്കില്ല, കളറ് മാറിപ്പോകും. വെള്ളം, അതായത് ആ ഒരു നോർമൽ കളറിൽ പോകില്ല, അല്ലെങ്കിൽ കറുപ്പ് കളറിൽ അല്ലെങ്കിൽ വെള്ള കളറിലായിട്ട് പോകും. മാൽന്യൂട്രീഷൻ, അതായത് മര്യാദയ്ക്ക് ഭക്ഷണവും ന്യൂട്രിയൻസും ഒന്നും എത്താതെ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. പിന്നെ നീര് വയ്ക്കാം, ഓക്കാനം ഉണ്ടാവാം, ആൽക്കബിൾ ആവാം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ കടല വീക്കം ഉണ്ടാവും, അപ്പോൾ അത് ഉണ്ടാവാം. പിന്നെ ഈ പറയുന്ന പോലെ ഏർലി സെറ്റിൽമെന്റ്, അതായത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞു എന്നുള്ള തോന്നൽ. പനി, പിന്നെ നൈറ്റ് സ്വെറ്റ്, അതായത് രാത്രി ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ പേഷ്യൻസിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ജനറലായിട്ട് ഒരു പേഷ്യൻ്റ് പറയുന്ന സിംറ്റംസ് എന്താണെന്നുള്ളതെങ്കിലും അറിഞ്ഞിരിക്കണം. അതെങ്കിലും വരുമ്പോൾ അറിഞ്ഞിരിക്കണം. എക്സാമിനേഷൻ ഫൈൻഡിങ്സ്. അപ്പോൾ എക്സാമിനേഷനിൽ നിങ്ങൾ എന്തൊക്കെ കാണും? ഇതുവരെ നിങ്ങൾ സയൻസ് ആൻഡ് സിംറ്റംസ് അല്ല, സയൻസ് പറഞ്ഞില്ല, സിംറ്റംസ് പറഞ്ഞു. ഇനി എക്സാമിൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വയറ് ഡിസ്റ്റൻഷൻ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻഷൻ നോക്കും, പൊട്ടി വയറ് പൊട്ടി നോക്കും. കറക്റ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാം? പിന്നെ വേറെ എന്തെങ്കിലും നോക്കും? വൈറ്റൽ സയൻസ് നോക്കും. പിന്നെ പൊട്ടി നോക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും നോക്കും? പൊട്ടി നോക്കുമ്പോൾ വേറെ എന്താ നോക്കാം? ഡൾനസ് മാത്രമേ നോക്കുള്ളൂ. ഡൾനസിന്റെ വേറൊരു പേര് ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കും. അപ്പം എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം ഉണ്ടോ? ആ സൗണ്ടിന് എന്താ പറയാ? ഡൾനസ് അല്ലാണ്ട് ബ്ലോട്ടിംഗ് സിംറ്റമാണ്. ഗ്യാസ് ഉള്ളപ്പോൾ പൊട്ടി നോക്കുമ്പോഴുള്ള എന്താ? റെസൊണൻസ് നോട്ട്. റെസൊണൻസ്. അപ്പൊ പർക്കസ് ചെയ്യുമ്പോൾ രണ്ട് നോട്ടാണ് കിട്ടുക, എന്തെങ്കിലും ഡൾ നോട്ട് അല്ലെങ്കിൽ റെസൊണൻസ് നോട്ട്. ഡൾ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ അസൈറ്റസ് അല്ലെങ്കിൽ മാസ് ഒക്കെ ഉള്ളപ്പം പൊട്ടി നോക്കുമ്പോൾ ആ ഒരു മുഴക്കം കിട്ടാം. ആ മുഴങ്ങുന്ന സൗണ്ട് കിട്ടുന്നത് ഗ്യാസ് കയറുമ്പോഴൊക്കെയാണ് ഡൾ നോട്ട്. അപ്പൊ ഇത് അസൈറ്റസിൽ ഡൾ നോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. മിക്സഡായിട്ട് വന്നൂടെ? മലന്ന് കിടക്കുമ്പോൾ നോക്കുകയാണ് നമ്മൾ പർക്കസ് ചെയ്ത് നോക്കുകയാണ്. മലന്ന് കിടക്കുമ്പോൾ പേഷ്യൻ്റെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന രണ്ടും അല്ലേ. അപ്പം ഈ ഭാഗം നോക്കുമ്പോൾ അംബിലിക്കൽ റീജിയനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ റെസൊണന്റ് നോട്ടായിരിക്കും, ഇപ്പോഴും മാത്രമായിരിക്കും ചിലപ്പോൾ ഡൾ നോട്ട്. അപ്പം നമ്മൾ അസൈറ്റസ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വേറെ എന്താ ചെയ്യാം? ഗവൺമെന്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ചരിച്ച് കിടത്തിട്ട് എന്ത് ചെയ്യും? ചരിച്ച് കിടത്തിട്ട് നോക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്ത് കിട്ടാനാ? ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഷിഫ്റ്റിംഗ് ഡൾനസ് കേട്ടിട്ടുണ്ടോ? ഷിഫ്റ്റിംഗ് ഡൾനസ് കേട്ടില്ല? ഓക്കെ, ഷിഫ്റ്റിംഗ് ഡൾനസ് ആണ് നോക്കുന്നത്. അതായത് പേഷ്യന്റ് അസൈറ്റസ് ഉള്ള പേഷ്യൻ്റാണ്, പേഷ്യന്റ് മലന്ന് കിടക്കുന്നു. അപ്പോൾ ഫ്ലൂയിഡ് രണ്ടും ഈ രണ്ട് സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഫുള്ള് റെസൊണന്റ് നോട്ട് കിട്ടും. ഇവിടെ രണ്ടും ഫ്ലാങ്സിൽ
എന്താ പറയുക ഡൾനെസ്സും കിട്ടും. അപ്പം നമുക്ക് ഉറപ്പിക്കണം ഇത് ഫ്ലൂയിഡ് തന്നെയാണ്, മാസ് അല്ല എന്നുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, പേഷ്യൻറ്റിനെ ലാറ്ററൽ പൊസിഷനിലേക്ക് കിടക്കും. അതായത് നമുക്ക് ഡൾനെസ് നല്ലോണം ഫീൽ ചെയ്ത് ഏത് സൈഡാണോ ആ സൈഡ് മേളിൽ വരുന്ന രീതിയിൽ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നല്ല ഡൾനെസ് ഇല്ലെങ്കിൽ റൈറ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് കിടക്കും. കിടത്തിയിട്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡ് ഒന്ന് പർക്കസ് ചെയ്ത് നോക്കും. അപ്പം നല്ല ഡൾ നോട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ സംശയിക്കണം മാസാണ്. അതല്ല നല്ല റെസൊണൻറ്റ് നോട്ടാണ് കിട്ടുന്നതെങ്കിൽ ഫ്ലൂയിഡാണ്. അപ്പം എന്താ മനസ്സിലായത്? മനസ്സിലായത് ഇല്ല. അതായത് പേഷ്യന്റ് ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഫ്ലൂയിഡ് ആണെങ്കിൽ ആ ഫ്ലൂയിഡ് എല്ലാം കൂടെ ഒഴുകി ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് കിടക്കും. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും റെസൊണൻറ്റ് നോട്ട് കിട്ടും. കാരണം അവിടെ അപ്പോൾ ഫ്ലൂയിഡ് ഇല്ല. പക്ഷെ മാസാണെങ്കിൽ അങ്ങനെ നീങ്ങി ഇപ്പുറത്തോട്ട് വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ ചരിച്ച് കിടത്തിയിട്ട് ഇവിടെ നോക്കുമ്പോൾ വീണ്ടും ഡള്ള് തന്നെയാണ് കിട്ടുന്നെങ്കിൽ മാസമായിരിക്കാം. അല്ലെങ്കിൽ പിന്നുള്ള ഒരു ഓപ്ഷൻ, ഒരു കാരണം എന്ന് പറയുന്നത് ലോക്യുലേറ്റഡ് എസൈറ്റസ് ഒക്കെ ആവും. കുമിളകൾക്കകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഫ്ലൂയിഡ് വീണ്ടും ഫുള്ളായിട്ട് ഇങ്ങോട്ട് നീങ്ങി വരണമെന്നില്ല. എന്നാലും മോസ്റ്റ് കോമൺലി അത് ഫ്ലൂയിഡ് ആയിരിക്കില്ല, മാസമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതാണ് ഷിഫ്റ്റിംഗ് ഡൾനെസ്. മനസ്സിലായോ? അപ്പൊ എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്കും ജനറലായിട്ട് നമ്മൾ കാണുന്ന 4 കാര്യങ്ങൾ. ഒന്ന് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, 2 ഫ്ലാങ്ക് നോട്ട് അഡ്ജസ്റ്റ് ടു പെർക്കഷൻ, അതായത് ഫ്ലാങ്സിൽ പെർക്കസ് ചെയ്യുമ്പോൾ ഡൾ നോട്ട് കിട്ടുന്നു. 3 ഷിഫ്റ്റിംഗ് ഡൾനെസ്. ഷിഫ്റ്റിംഗ് ഡൾനെസ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. 4 ഫ്ലൂയിഡ് വേവ്, അതായത് സക്സഷൻ സ്പ്ലാഷ് എന്ന് പറയും. പേഷ്യന്റിനെ മലത്തിൽ കിടത്തിയിട്ട് നമ്മൾ 2 ഫ്ലാങ്സിലും ഡൾ നോട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ സ്റ്റെപ്പിന്റെ ഡയഫ്രം വയ്ക്കും, എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ ഇതിലൊന്ന് പൊട്ടി നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഇളകുന്ന സൗണ്ട് അപ്പുറത്ത് സ്റ്റെപ്പിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് ഫ്ലൂയിഡ് വേവ്. ആണ് കാരണം എന്നുണ്ടെങ്കിൽ അസൈറ്റിസിന്റെ കാരണം സിറോസിസ് അല്ലെങ്കിൽ CLD ആണെന്നുണ്ടെങ്കിൽ ഈ ലിവർ ഡാമേജ് വരുമ്പോൾ കിട്ടുന്ന കുറേ സൈൻസ് ഉണ്ട്. അതിൻ്റെ പേരുകളാണ് ഇത്. അതായത് ഇപ്പം നമ്മൾ ജനറലി അസൈറ്റിസ് ഉള്ള പേഷ്യൻസിന് കാണുന്ന 4 സിംറ്റംസ് പറഞ്ഞു, അല്ല എക്സാമിനേഷൻ ഫൈൻഡിങ്സ് പറഞ്ഞു. അതിൻ്റെ കൂടെ ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളോടെ കാണും. ഇത് നമ്മൾ യൂഷ്വലി നോക്കാറില്ല. ഇത് ഞാൻ പേര് നിങ്ങളൊന്ന് കേട്ട് പരിചയം വരാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. സിറോസിസ് ഉള്ള പേഷ്യൻസിൽ നമുക്ക് നോക്കിയാൽ കാണുന്ന കുറച്ച് സൈൻസ് ഉണ്ട്. അതായത് സ്പൈഡർ ആൻജിയോമ കാണാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ല. ഓക്കെ, അപ്പം സിറോസിസിൽ കാണുന്നതാണ് സ്പൈഡർ ആൻജിയോമാസ്, പാമാറെഡ്മ എന്ന് പറഞ്ഞാൽ കൈവെള്ളയിൽ ഇങ്ങനെ ചുമന്നിരിക്കുക. അതായത് ലിവർ ഡാമേജ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് വെസൽസിന്റെ പ്രശ്നമാണ് ഈ സ്പൈഡർ ആൻജിയോമ എന്ന് പറയുന്നത്. പാമാറെഡ്മ എന്ന് പറയുന്നത് അബ്ഡോമിനൽ വാൾ കൊളാട്രൽസ്, ക്യാപിഡ് മെഡ്യൂസ, അതായത് വയറിന്റെ മേളിൽ ഇങ്ങനെ സ്പൈഡർ നെറ്റ് പോലെ ഇങ്ങനെ ചില മരത്തിന്റെ ബ്രാഞ്ചസ് പോലെ ഇങ്ങനെ വെസൽസ് ഇങ്ങനെ തെളിഞ്ഞ് കാണും. മസിൽ വേസ്റ്റിംഗ്, അതായത് മസിലൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു ടെൻസല്ല, ഒരുപാട് ലോസ് ഉണ്ടാവും, മസിൽ ലോസ് ഉണ്ടാവും. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് എന്താ? മെയിൽസിലെ ബ്രസ്റ്റ് എൻലാർജ്മെന്റ്. മനസ്സിലായി? ആണുങ്ങളിലെ ബ്രസ്റ്റ് എൻലാർജ്മെന്റിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഒരുപാട് പേരെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ചില കുട്ടികളാണെങ്കിലും ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ബോയ്സിലാണെങ്കിലും ചില എൽഡേർലി മെയിൽസിലാണെങ്കിലും ബ്രസ്റ്റ് നോർമലി ഉള്ളതിനേക്കാൾ കുറച്ച് എൻലാർജ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കൊണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ ഒരു കോസാണ് ലിവറിൻ്റെ ഡാമേജ്. പിന്നെ ലൂക്കോണിക്ക, അതായത് നഖത്തിൻ്റെ പ്രശ്നം, നഖത്തിൽ കേടും കാര്യങ്ങളുള്ളത്. ജോണ്ടിസ് എന്താ? മഞ്ഞപ്പിത്തം. കോസസ് ആണെങ്കിൽ കാണുന്നത് എന്തൊക്കെയാണ്? മെയിൻ കോസ് എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിലിയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺജസ്റ്റീവ് ഹാർട്ട് കോസ്. അപ്പം ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ, അതായത് റേസ്ഡ് JVP, ഇങ്ങനെ പേഷ്യൻ്റ് ഇങ്ങനെ ചരിച്ചെത്തിയിട്ടുണ്ട്, ഇങ്ങനെ പൾസേറ്റിംഗ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അപ്പം അതാണ് റേസ്ഡ് JVP എന്ന് പറയുന്നത്. പിന്നെ പൾമണറി കൺജഷൻ, പെരിഫറൽ എഡിമ, നീര് വെക്കാം. ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീര് വെക്കാം.
പൾമണറി കൺജഷൻ അല്ലെങ്കിൽ പൾമണറി എഡിമ, അതായത് എന്താ പറയുക ഹാർട്ട് ഫെയിലിയർ കാരണം നെഞ്ചിൽ നീര് വരുന്നത് എന്ന് പറയാം. പെരിക്കാർഡിയൽ എഫ്യൂഷൻ. മാലിഗ്നന്റ് കോസസിൽ എന്തൊക്കെ ഉണ്ടാവും? പാൽപ്പബിൾ അംബിലിക്കൽ നോഡ്യൂൾ, അതിൻ്റെ പേരാണ് സിസ്റ്റർ മേരി ജോസഫ് നോഡ്യൂൾ. ഇതും കാണുന്നില്ല അല്ലേ? മൊത്തത്തിൽ നേരത്തെ സ്ലൈഡിൻ്റെ ഡിസൈൻ കളർ മാറ്റിയപ്പം ചിലത് കാണാൻ പറ്റുന്നില്ല. അതാണ് പാൽപ്പബിൾ അംബിലിക്കൽ നോഡ്യൂൾ എന്ന് പറയുന്നതിൻ്റെ പേരാണ് സിസ്റ്റർ മേരി ജോസഫ് നോഡ്യൂൾ. അതായത് അംബിലിക്കസിൻ്റെ അവിടെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളായിട്ട് നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, തൊട്ട് നോക്കിയാലും ഇങ്ങനെ കിട്ടുന്നത്. അത്ര അറിഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു പേരുണ്ട് പറഞ്ഞാൽ മതി, സിസ്റ്റർ മേരി ജോസഫ് നോഡ്യൂൾ. ഇനി ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേഷ്യൻറ്റ് നിങ്ങളുടെ അസൈറ്റിസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻസ്, എങ്ങനെയാണ് ആ പേഷ്യൻറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അസൈറ്റിസിൻ്റെ കോസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി പറയാം. അപ്പം അബ്ഡോമിനൽ പാരാസൈനസിസ്, അതായത് നമ്മുടെ അസൈറ്റിക് ടാക്ക്, അത് അബ്ഡോമിനൽ പാരാസൈനസിസ് ചെയ്യണം. അസൈറ്റിക് ഫ്ലൂയിഡ് എടുക്കുന്നു, നമ്മൾ അസൈറ്റിക് ഫ്ലൂയിഡ് സൈറ്റോളജിക്ക് വിടുന്നു. ആ സൈറ്റോളജിയുടെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് മാലിഗ്നൻസി ആണോ ഒരു കോസ്, നോൺ മാലിഗ്നന്റ് കോസ് ആണോ എന്നുള്ളത് നമ്മൾ അതിൻ്റെ പ്രോട്ടീൻ ലെവൽ, അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ കോസ് എന്തായിരിക്കാം എന്നുള്ളൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ അസൈറ്റിക് ടാപ്പിംഗ് നമ്മൾ മിക്ക പേഷ്യൻസ് പറയാം അവിടെ നിന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം നീര് കുറച്ച് മുട്ടിയെടുത്തതാണ്. അതാണ് ഈ സാധനം അസൈറ്റിക് ഫ്ലൂയിഡ് സൈറ്റോളജിക്ക് വിടുന്നതാണ്. ഇനി ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ ചെയ്യും? എല്ലാത്തിനെയും പോലെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കണം, അതായത് ബ്ലഡിൻ്റെ കൗണ്ട് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ LFT, RFT മുതലായ കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ ബ്ലഡിൻ്റെ കൗണ്ടിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പോളിമോർഫോ ന്യൂക്ലിയർ ന്യൂട്രോഫിൽ കൗണ്ട്, അങ്ങനൊരു കൗണ്ട് ഉണ്ട്. നമ്മളിൽ CBC വിടുന്ന സമയത്ത് നമ്മൾ ഡിഫറൻഷ്യൽ കൗണ്ടും മറ്റേ കൗണ്ടും ഒരുപാട് ലിസ്റ്റ് ഉണ്ടല്ലോ. അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താ? ഹീമോഗ്ലോബിൻ നോക്കും, ടോട്ടൽ കൗണ്ട് നോക്കും, പിന്നെ ചിലപ്പം ഡിഫറൻഷ്യൽ കൗണ്ടിലെ ന്യൂട്രോഫിൽസ്, ഗ്ലൂക്കോസൈഡ്, ലിംഫോസൈഡ് ഇതൊക്കെ നോക്കും. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കും. ചിലപ്പോൾ ചില കേസിൽ നമ്മൾ ബ്ലീഡിങ് ടൈമോ ക്ലോട്ടിങ് ടൈമൊക്കെ നോക്കും. ഇതൊന്നും അല്ലാത്തൊരു കാര്യമാണ് ഈ പോളിമോർഫോ ന്യൂക്ലിയർ ന്യൂട്രോഫിൽ കൗണ്ട്. ഇത് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളത് കാരണം എന്താ? നമ്മളെല്ലാം പ്രൈമറി ഡയഗ്നോസിസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ സെൻറ്റർ. ഇത് ഓൾറെഡി ഇവർ ഈ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും അനാലിസിസും കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. കാരണം ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് ഇതിൻ്റെ ഡയഗ്നോസിസ് ആയി അസൈറ്റിസ് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് അറിഞ്ഞ പേഷ്യൻസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി അവരുടെ സിംറ്റംസ് റിലീവ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ വീണ്ടും കാരണം കണ്ടുപിടിക്കാൻ നമ്മൾ പോകാറില്ല. അപ്പോൾ പോളിമോർഫോ ന്യൂക്ലിയർ ന്യൂട്രോഫിൽ എന്ന് പറയുന്ന ഒരു കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ പോളിമോർഫോ ന്യൂക്ലിയർ കൗണ്ട് മോർ ദാൻ 250/mm³ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് അസൈറ്റിസിൽ ഇൻഫെക്ഷൻ വന്നിട്ട് സ്പോണ്ടേനിയസ് ബാക്ടീരിയൽ പെരിട്ടോണൈറ്റിസ്, അതായത് എന്താ പറയുക പെർഫറേഷൻ്റെ ഇടയ്ക്ക്, അതായത് ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്സ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് ബവല് പെർഫറേറ്റ് ചെയ്തിട്ട് ഫ്ലൂയിഡ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഫ്ലൂയിഡ് ആയിരിക്കും ചിലപ്പോൾ ഈ വയറിൽ നിറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അൾസറൊക്കെ ഉള്ള പേഷ്യൻസിൽ പെർഫറേഷൻ വേണം. പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസറൊക്കെ ഉള്ള പേഷ്യൻസിൽ അൾസർ അറിയാതെ പോയി അവിടെ ഒരു തുള വരാം, അല്ലെങ്കിൽ ഒരു ദ്വാരം പോലെ വന്നിട്ട് പെർഫറേറ്റ് ചെയ്തിട്ട് ഗ്യാസ്ട്രിക് കണ്ടൻസ് എല്ലാം പെരിട്ടോണിയത്തിലേക്ക് വന്ന് ഫ്ലൂയിഡായിട്ട് അക്യുമുലേറ്റ് ചെയ്യാം. അതാണ് ഈ പറയുന്ന പെർഫറേഷൻ എന്ന് പറയുന്നത്. അതൊരു എമർജൻസി ആണ് ആക്ച്വലി. പേഷ്യൻസ് കൂടുതലും ചിലപ്പോൾ പെയിനായിട്ടായിരിക്കും വരാം, നമ്മൾ തൊടാൻ സമ്മതിക്കില്ല. വയറ് തൊടുമ്പോഴേക്കും ഗാർഡിങ് റിജിഡിറ്റി എന്നൊക്കെ പറയും, അതായത് വയറ് തൊടുമ്പോഴേക്കും പേഷ്യൻറ്റിന് പെയിൻ വരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ തൊടാനായിട്ട് പോകുമ്പോഴേ പേഷ്യൻറ്റ് കരയും. അപ്പം പിന്നെ ജസ്റ്റ് തൊടുമ്പോഴേക്കും ഭയങ്കര പെയിൻ വരും, ഫീവർ ഉണ്ടാവാം, ഒരു സെപ്സിസിലേക്ക് പോകുന്ന ഒരു ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കാം. അതാണ് സ്പോണ്ടേനിയസ് ബാക്ടീരിയൽ പെരിട്ടോണൈറ്റിസ്. അപ്പോൾ പോളിമോർഫോ ന്യൂക്ലിയർ ന്യൂട്രോഫിൽസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അസൈറ്റിസിനെ കാട്ടി കൂടുതൽ പെർഫറേഷൻ സംഭവിച്ചിട്ടുള്ള പെരിട്ടോണൈറ്റിസ് വന്നതാണെന്ന് പറയാം. ഇനി സിമിലർ ഫൈൻഡിങ്സ് ഞാൻ ഓക്കർ ഇൻ പാൻക്രിയാറ്റിക് അസൈറ്റിസ്. അതുപോലെ പാൻക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടുള്ള അസൈറ്റിസിന് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ടാകാം.
അപ്പോൾ അത് രണ്ടുമാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. പിന്നെ ബ്ലഡ് കൾച്ചർ ചെയ്യാൻ പറ്റുന്നു. ബ്ലഡ് കൾച്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉള്ളതെന്നുള്ളത് ബ്ലഡ് ബാക്ടീരിയൽ കൾച്ചറിന് വിടുന്നു. ഇറ്റ് ഇസ് പെർഫോംഡ് ബൈ ബെഡ്സൈഡ് ഇനോക്കുലേഷൻ ഇൻറ്റു ബ്ലഡ് കൾച്ചർ ബോട്ടിൽ. അതായത് ബ്ലഡ് നമ്മൾ ബ്ലഡ് കൾച്ചർ ബോട്ടിൽ എടുത്തിട്ട് ബെഡ്സൈഡ് തന്നെ എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കൾച്ചർ ചെയ്യാൻ വിടുന്നു. പിന്നെ സൈറ്റോളജിക്ക് വിടുന്നു. അത് നമ്മൾ അസൈറ്റിക് സൈറ്റോളജി പറഞ്ഞു. ഡിറ്റക്ട്സ് എവിഡൻസ് ഓഫ് മാലിഗ്നൻസി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെറം അസൈറ്റിസ് ആൽബുമിൻ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നോക്കാം. ഇത് വേണം, ഇത് കുറച്ച് കൂടുതലാണ്. ജസ്റ്റ് കംപ്ലീഷൻ സൈറ്റിൽ ഞാൻ ഇട്ടുന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് പല കോസുകൾ എന്ന് പറയുന്നത്. അതായത് ഈ സെറം ആൽബുമിൻ ഗ്രേഡിയൻറ്റ് മോർ ദാൻ 1.1 അല്ലെങ്കിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 1.1 gram per deciliter ആണെന്നുണ്ടെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്തൊക്കെയാവാം കോസസ്? പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം അതിൻ്റെ കോസായിട്ട് പറയാം. അതായത് സിറോസിസ് ഉണ്ടാവാം, ആൽക്കഹോൾ റിലേറ്റഡ് ലിവർ ഡിസീസ് ഉണ്ടാവാം, ഹെപ്പാറ്റിക് മാലിഗ്നൻസി ആവാം, നേരത്തെ നമ്മൾ പറഞ്ഞ ബുച്ചിയേരി സിൻഡ്രോം ആവാം, പോർട്ടൽ വെയിൻ ത്രോംബോസിസ് ഉണ്ടാവാം, ഇഡിയോപ്പതിക് പോർട്ടൽ ഫൈബ്രോസിസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, പെരികാർഡൈറ്റിസ്. അതായത് ഹാർട്ടിൻ്റെ കോസസ് ഉണ്ടാവാം, ഹെപ്പാറ്റിക് മാലിഗ്നൻസി ഉണ്ടാവാം, ആൽക്കഹോൾ റിലേറ്റഡ് ലിവർ ഡിസീസ് ഉണ്ടാവാം, സിറോസിസ് ഉണ്ടാവാം. അത് ഈ ആൽബുമിൻ ഇൻഗ്രീഡിയൻറ്റ് അതിൽ കൂടുതലാണെങ്കിൽ ഇന്നതാണ് കോസ്. ഇനി കുറവാണെങ്കിൽ എന്താണ് പെരിറ്റോണിയൽ കാർസിനോമറ്റോസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പെരിറ്റോണിയൽ കാർസിനോമറ്റോസിസ് കണ്ട് നമുക്ക് ഇഷ്ടംപോലെ പേഷ്യൻസ് വരാറുണ്ട്. പെരിറ്റോണിയൽ കാർസിനോമറ്റോസിസ് ആവാം, പാൻക്രിയാറ്റൈറ്റിസ് ആവാം, സിറോസൈറ്റിസ് ആവാം, നെഫ്രോട്ടിക് സിൻഡ്രോം, പെരിറ്റോണിയൽ TB. ഇതൊന്നും ഇങ്ങനെ വൈകിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇന്ന കോഴ്സുകളുണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ പോയിട്ട് ഞാൻ അന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, ഇനി ഇത് ഓർക്കാൻ പ്രയാസമില്ല, ഇതെല്ലാവർക്കും അറിയാം. നമ്മൾ എന്തൊക്കെ ചെയ്യും? അൾട്രാസൗണ്ട് ചെയ്യും, CT സ്കാൻ ചെയ്യും, MRI ചെയ്യും. അത് എന്താണോ പേഷ്യൻറ്റിൻ്റെ ഫൈൻഡിങ് എന്നുള്ളതനുസരിച്ചിട്ട് ഇതിൽ ഏത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. കൂടുതലും നമ്മൾ CACT ചെയ്യും. മാലിഗ്നൻസിക്ക് ആണെന്നുണ്ടെങ്കിൽ CACT അബ്ഡോമൻ ചെയ്തിട്ടായിരിക്കും പേഷ്യൻ്റ് വരാം. പിന്നെ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു, അസൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ട്. ഓക്കെ, പക്ഷേ ഇറ്റിയോളജി കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലത് കോൺട്രാസ്റ്റ് എൻഹാൻസ് CACT. അതായത് മാനേജ്മെന്റിൽ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഇൻവേസീവ് ടെക്നിക്കാണ് നമ്മുടെ അസൈറ്റിക് ടാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സൂചിയിട്ട് കുത്തി എടുക്കുന്ന സാധനം. അതല്ലാതെ അതിന് മുമ്പ് നമുക്ക് പേഷ്യൻസ് ഇത് വരാൻ സാധ്യതയുള്ള പേഷ്യൻസിനോട് എന്ന് പറയും ഉപ്പും വെള്ളവും കുറയ്ക്കാൻ പറയാം. പിന്നെ ഇൻ കേസസ് ഓഫ് ഹൈപ്പർടെൻഷൻ ഇൻവേസീവ് ടെക്നിക്സിൽ നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ എന്തൊക്കെയാണ്? ERCP കേട്ടിട്ടുണ്ട്, PICS കേട്ടിട്ടുണ്ട്, അസൈറ്റിക് ഫ്ലൂയിഡ് ടാപ്പിംഗ് കേട്ടിട്ടുണ്ട്. അതിൽ ERCP എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താ? എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാഞ്ചിയോ പാൻക്രിയാറ്റോഗ്രാഫി. പിന്നെ TIPS എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ് ട്രാൻസ് ട്യൂബുലാർ ഇൻട്രാ ഹെപ്പാറ്റിക് പോർട്ടോ സിസ്റ്റമിക് ഷണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നില്ല, നമ്മളെല്ലാം ചെയ്യുന്നത് ഇത് ടീച്ചിങ് ഡോക്ടറാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാനേജ്മെന്റ് എന്താ? പാരാസൈറ്റിസ് അല്ലെങ്കിൽ ടാപ്പിംഗ്, അസൈറ്റിക് ടാപ്പിംഗ്. ഓക്കെ, എങ്ങനെയാണ് അസൈറ്റിക് ടാപ്പിംഗ് ചെയ്യുക നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴും ഞാൻ കേൾക്കാം. ഇപ്പം നമ്മൾ അസൈറ്റിസിനെ കുറിച്ച് ഓരോ കുറേ നേരം വാദിച്ചല്ലോ. ഇനിയിപ്പം കൺസെൻറ്റിൽ എന്തൊക്കെ എഴുതാം? ശരിക്കും നമ്മൾ കൺസെന്റ് എന്ന് പറയുന്ന സാധനത്തിൽ വരായികളെല്ലാം മെൻഷൻ ചെയ്യണം. പക്ഷേ ഇതുവരെ ഞാൻ കണ്ട ഒരു അസൈറ്റിക് ടാപ്പിങ്ങിന്റെ കൺസെന്റിലും വരായികളൊന്നും എഴുതി ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ വയറിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി വയറിൽ നിന്ന് നീര് കുത്തിയെടുക്കാൻ സമ്മതമാണ് എന്നൊരു സാധനം മാത്രമേ കോമൺ ആയിട്ട് എഴുതാറുള്ളൂ. അതല്ല ശരിക്കും അനുജി മാറ്റി എഴുതി തന്നോ? എന്നാലും ഇപ്പം എന്താ എഴുതുന്നത്? അപ്പം
എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്? നീരെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും, വിശപ്പുണ്ടാവും. ആ അതിപ്പോ ഓക്കെ, എഴുതുന്നില്ല, പറയുന്നുണ്ടോ? എന്താ പറഞ്ഞു കൊടുക്കുന്നത്?